സ്കൂൾ കലോത്സവത്തിന്റെ പാചകപ്പുരയിൽ ഇത്തവണയും പഴയടം രുചിയെത്തും. വെജിറ്റേറിയൻ ഭക്ഷണം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ടെൻഡർ പിടിച്ചതെന്ന് പഴയടം മോഹനൻ നമ്പൂതിരി പറഞ്ഞു. വിവാദമുണ്ടാക്കിയവർ പശ്ചാത്തപിച്ചെന്നും ചില മുതലെടുപ്പുകൾ നടന്നോ എന്ന് സംശയമുണ്ടെന്നും പഴയടം 24-നോട് പ്രതികരിച്ചു. കഴിഞ്ഞ സ്കൂൾ കലോത്സവ വേളയിലാണ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നൽകണമെന്ന ചർച്ച ഉയർന്നു വന്നത്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത് തുറന്നു പറഞ്ഞതോടെ സംഭവം വലിയ വിവാദമായി. ഇതോടെയാണ് ഇനി കലോത്സവത്തിന് പാചകം ചെയ്യില്ലെന്ന നിലപാട് പഴയടം സ്വീകരിച്ചത്. ചില അനുനയ ശ്രമങ്ങൾ പിന്നീട് നടന്നുവെങ്കിലും പഴയടം തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. എന്നാൽ ഈ വർഷത്തെ കലോത്സവത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പുകയുള്ളൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് നിലപാട് മയപ്പെടുത്താൻ പഴയടവും തീരുമാനിച്ചത്. വിവാദമുണ്ടാക്കിയ ആൾ തന്നെ കഴിഞ്ഞ തിരുവോണത്തിന് നടന്ന് ഇവിടെ വരികയും അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുകയും തെറ്റുപറ്റിയതായിട്ട് പറയുകയും അതിന് ഒരു പശ്ചാത്തലം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ പിന്നെ ആ ഒരു വിഷയം ഓൾറെഡി തീർന്നു കഴിഞ്ഞു. വിവാദമുണ്ടാക്കിയവർ തന്നെ തെറ്റ് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചു. എന്നാൽ അന്നത്തെ സംഭവത്തിൽ ചില മുതലെടുപ്പുകൾ ഉണ്ടായിരുന്നോ എന്ന് സംശയമുണ്ടെന്നും പഴയടം പ്രതികരിച്ചു. ഭക്ഷണമാണ് എന്റെ രാഷ്ട്രീയം, പക്ഷെ ഭക്ഷണത്തിൽ രാഷ്ട്രീയമില്ല. കാരണം അതൊരു രാഷ്ട്രീയം അതിൻ്റെ അകത്ത് കാണേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് പല ആൾക്കാർക്കും എന്തെങ്കിലും മുതലെടുപ്പുകൾ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അതൊന്നും കാണുന്നില്ല. വിവാദങ്ങളോട് തീവ്രമായിട്ടല്ല പ്രതികരിച്ചത്. ഇനിയും അങ്ങനെ തന്നെയാകും. പക്വതയോടെയാണ് കാര്യങ്ങളെ കാണുന്നതെന്നും പഴയടം 24-നോട് പറഞ്ഞു. ടോബി ജോൺസൺ, 24, കോട്ടയം.